വൈദ്യര് പറ്റി പറയാൻ ഈ കണ്ട നേരക്ക് ഒച്ചും പുലും ഞാൻ പറയാൻ ഞാൻ എല്ലാ വിഷയവും പറയും. ഇത് എല്ലാവർക്കും അറിയുന്നൊരു മസലയാണ്, ആർക്കും സംശയമില്ല. മനിയ് പുറപ്പെട്ടാൽ കുലി നിർബന്ധമാണ്. അല്ലേ? ജീവിച്ചിരിക്കുമ്പോ, മരിച്ചതിന്റെ ശേഷമല്ല. ഒരാളും മരിച്ചതിന്റെ ശേഷം കുലിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഒരു മയ്യത്തിൽ നിന്ന് മനിയ് പുറപ്പെട്ടു നിൽക്കുക, ഓനഞ്ഞ് കുലിപ്പിക്കൽ നിർബന്ധമൊന്നുമില്ല. അതിനാരെങ്കിലും തെറ്റ് ഇപ്പൊ വാട്സാപ്പിൽ വന്നൊരു ചോദ്യം, എത്രയോ ഈ ക്ലാസ് റൂമിൽ സ്ഥിരം ക്ലാസ് കേൾക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾക്ക് അറിയാം ഇത് കുലിപ്പിക്കതാണ്. പക്ഷെ ഇന്നും ആളുകൾക്ക് സംശയമാണ്. ഇതാ കുലിപ്പിക്കാൻ ഞാൻ അവരൊരു പോയിന്റ് കൂടി ഞങ്ങൾക്ക് പഠിപ്പിക്കാം. ഞമ്മക്കറിയാം ഒരു മയ്യത്ത് കുലിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ആ മയ്യത്തിൽ നിന്ന് മനിയ് പുറത്തേക്ക് വരികയാണെങ്കിൽ കുലിപ്പിക്കണ്ടാന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളൊരു മരിച്ച വീട്ടിൽ ചെന്നു, അല്ല സിറാജ്, ഒരു സാധാരണക്കാരന്റെ അവസ്ഥ ഞാൻ പറയാം. നമ്മളൊരു മരിച്ച വീട്ടിൽ ചെന്നു, അവരെ മയ്യത്ത് കുലിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കുലിപ്പിച്ചിട്ട് കഫൻ ചെയ്യാൻ നേരത്തെ കുലിപ്പിക്കുന്ന ആരോ പറഞ്ഞു മയ്യത്തിൽ നിന്ന് അങ്ങനെ ഒരു സംഗതി വന്നിട്ട് അപ്പൊ ഒരു പോന്ന ആൾക്കാരുണ്ടാവും. ആരും ഒന്നും മുണ്ടില്ല, ഇവനും ഇവനും മുണ്ടാതെ ആരും ഒന്നും മുണ്ടുന്നില്ല. ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ പറ്റുമോ? അവരെയാണ് നമ്മുടെ മഹാലിയെ വിജയിക്കുന്നത്, അവരെയാണ് നമ്മുടെ നിപുണ മേഖല നമ്മുടെ നിപുണ മേഖല അവിടെ വിജയിക്കുന്നത്. എന്തെങ്കിലും അന്തമുട്ട് നിൽക്കുന്നത് കാരണം ഒരു പേരാളാണ്. ഒരു 10 ആള് കൂടി വെച്ചൊരു ചെറിയ വിഷയം വന്നു, അവിടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നമ്മൾ വേജാറാവരുത്. അവിടെയാണ് നമ്മുടെ നിപുണ മേഖല. ഞാൻ അതുകൊണ്ടുകൂടി ഈ വിഷയത്തോട് നിങ്ങൾ അടുക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഭാര്യയുമായി ബന്ധപ്പെട്ടു ചിലവർ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മൂത്രമൊഴിക്കാതെ ഉറങ്ങി, ആ ഉറക്കത്തിലായി ഒരു വ്യക്തി മരിച്ചു. ആ വ്യക്തി മരിച്ചതിന് ശേഷം കുലിപ്പിച്ചു. അത് സംശയങ്ങൾക്ക് നായ്ക്കത്തിലുണ്ടെങ്കിൽ ഞാൻ ഒറ്റവാക്കി തീർക്കാൻ. അപ്പൊ 2 കുലി കുലിപ്പിക്കേണ്ട വേണ്ട. ഒരാൾക്ക് നിർബന്ധമായ കുലിയുടെ കാരണം 2 ഉണ്ടായാൽ ഒരു കുലി മതി. അപ്പൊ മരിച്ച മയ്യത്തിന് അയല് രക്തം എന്നതിന്റെ പേരിലുള്ള നിർബന്ധമായ കുലി, പ്രസവിച്ചതിന്റെ പേരിലുള്ള നിർബന്ധമായ കുലി, അല്ലെങ്കിൽ മറ്റു നിലക്കുള്ള വലിയ അശുദ്ധീതമായില്ല നിർബന്ധമായ കുലിയുടെ കാരണമുള്ള വ്യക്തി മരിച്ചാൽ അവിടെ 2 കുലിയുടെ കാരണം അദ്ദേഹത്തിനുണ്ട്. ഒന്ന് മരിച്ചതിന്റെ പേരിലുള്ള മൗത്തിന്റെ മരണത്തിന്റെ കുലി, മറ്റൊന്ന് അശുദ്ധീത കാരണത്താൽ നിർബന്ധമായ കുലി. വൈൻ മാതാ ജനാപത്തുകാരൻ മരിച്ചാൽ, വൈൻ മാതാ ജനാപത്തുകാരനവും അയലുകാരിയും മരിച്ചാൽ അവനെ കുലിപ്പിക്കപ്പെടണം. ഒരൊറ്റ കുലി കുലിപ്പിച്ചാൽ മതി, 2 കുലിയുടെ ആവശ്യം ഇല്ല. അപ്പൊ ഒരു മയ്യത്ത് ഇന്നലത്തെ ഈ നിലക്ക് മരിച്ച ഒരു വ്യക്തി ഓനെ കുലിപ്പിക്കലെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം മയ്യത്തിൽ നിന്നിതാ മനിയ് അവന്റെ മൂത്രദ്വാരത്തിലൂടെ മനിയ് പുറത്തേക്ക് വരുന്നു. ഇവതേന്ന് മസ്തല ശ്രദ്ധിക്കുക. ഇവതേന്ന് എന്നോട് 4 ആൾക്കാർ ചോദിച്ചൊരു മസ്തല ഞാൻ കയ്യും നെല്ലും വേർതിരിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്റെ സാധാരണക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രവാസികൾ റൂമിൽ 1-ലധികം ആൾക്കാരുണ്ടാവും. ഫ്ലാറ്റിൽ താമസിക്കുമ്പോ പല റൂമിലും നമ്മുടെ ചെറുപ്പക്കാരുണ്ടാവും. ഇത്തരം വിഷയത്തിൽ അബദ്ധം കുടുങ്ങിക്കിടക്കുന്നവർ നേരത്തെ നമ്മുടെ ഷൗക്കത്ത് സക്കാത്ത് ഉസ്താദ് പറഞ്ഞ മാതിരി നമ്മുടെ കുലിയിലൊക്കെ അബദ്ധം വന്നാൽ അത് നിസ്കാരത്തെ വരെ ബാധിക്കുന്നതാണ്. അപ്പൊ ഈ മയ്യത്തിൽ നിന്ന് ഇത് വന്നു, അത് നിർബന്ധമില്ല. ഇനി മയ്യത്തിനെ 2ാമത് കുലിപ്പിക്കണ്ട, എന്ത് ചെയ്താൽ മതി? ആ വന്നത് ആ വൃത്തി കയറി അത് കഴുകി വൃത്തിയാക്കിയാൽ മതി. നേരെ മറിച്ച് ജീവിച്ചിരിക്കുന്നവനോ അവരെ ഇവിടെ ഒരാൾ ഉസ്താദെ ഞാൻ 4 ആളാണ് നിങ്ങൾ ചോദിച്ചത്, അല്ല 3 ആളെ ഉസ്താദെ ഞങ്ങളൊരു ക്ലാസ്സിൽ കേട്ടു 2ാമത് മനിയ് പുറത്തേക്ക് വന്നാൽ പിന്നെ കുലിക്കണ്ട. കാരണം ഫിഖിന്റെ കിതാബിലാണ് മനിയ് പുറപ്പെട്ടാൽ കുലി നിർബന്ധമാണ്. ആദ്യത്തിന്റെ മൈനയിലാണ് 4 ആൾക്കാർക്ക് ഭയവ് വന്നിട്ടുള്ളത്. അവർ മനസ്സിലാക്കിയതാണ്. അല്ലാതെ ക്ലാസ് അതിന്റെ വിഷയമല്ല ഞാൻ പറയുന്നത്. അത് കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ അങ്ങനത്തെ വെച്ച മസലകൾ എഴുതിയ പുസ്തകം വായിച്ചു അബദ്ധം വന്നതായിരിക്കാം. ആദ്യമായി പുറപ്പെടുക ഇവരെയാണ് ഞാൻ എന്റെ സാധാരണക്കാരോട് പറയുന്നത്. ഒരിക്കൽ എന്താണ് ചലനമുണ്ടായി, അപ്പൊ എന്നിട്ടോ മൂത്രമൊഴിച്ചില്ല. അപ്പോഴേക്കൊക്കെ മസ്തല തിരിയുള്ളൂ. മൂത്രമൊഴിച്ചില്ല. എന്നിട്ട് എന്ത് ചെയ്തു? മൂത്രമൊഴിക്കുന്നതിന് മുന്നേ കുളിച്ചു. കുളിച്ചിട്ട് എന്താക്കി? മൂത്രമൊഴിച്ചു. അപ്പൊ വീണ്ടും
ഇത് രണ്ടാളിനോട് പറഞ്ഞത് ഞാൻ ഒരാളോട് ചോദിച്ചു, അപ്പൊ ആ ആള് പറഞ്ഞത് അത് കുളിക്കേണ്ട ആവശ്യമില്ല. അത് ആദ്യം വന്നതിന്റെ വാക്യാണ്. ശ്രദ്ധിക്കണം. നിങ്ങൾക്കിതൊരു നിസ്സാരായി തോന്നുന്നത് ഞാൻ പറഞ്ഞ് വിശദീകരിച്ചു വരുമ്പോഴാണ് എന്റെ റേഡിയോ ശ്രോതാക്കൾ പലവരും പറയുക അങ്ങനൊരു ധാരണ ഞങ്ങൾക്ക്. രണ്ടാൾ ചോദിച്ചത് ഈ രണ്ടാമത് മൂത്രം ഒഴിക്കേണ്ട ശേഷം അല്ല, കുളി കഴിഞ്ഞു മൂത്രം ഒഴിക്കുമ്പോൾ ആ ബാലൻസ് ഉണ്ടല്ലോ, ആ ബാക്കി പൽക്കത്തൊക്കെ പറഞ്ഞ സംഗതി അത് വന്നാൽ പിന്നെ കുളിക്കണ്ടാന്ന് പറഞ്ഞത്രേ ഒരാളോട് ചോദിച്ചപ്പോൾ രണ്ടാള് പറഞ്ഞു. അയാൾ പറഞ്ഞ കാര്യം അതെന്താ, അയാൾ മുമ്പത്തെ വാക്യം വന്നതല്ലേ, അത് രണ്ടാമത് പുറപ്പെട്ടതല്ല, നിർബന്ധമില്ലാന്നുണ്ട് എന്നാ കേട്ടോളി. ഞാൻ ആദ്യം മസാല എന്നിട്ട് രണ്ടാമത് പുറപ്പെട്ടാൽ കുലി നിർബന്ധമില്ല എന്നതും ഞാൻ വിശദീകരിച്ച് മൈക്കമില്ല. എന്നിട്ട് ആൾക്കെങ്കിലും സംബന്ധമായ സംശയം ഉണ്ടെങ്കിൽ ആ ഒരു സംശയം നമുക്ക് തീർക്കും. ഓക്കെ. അപ്പോ സ്ഖലനമുണ്ടായി ഒരു പുരുഷൻ. സ്ത്രീകൾക്കും അങ്ങനെ തന്നെ കേട്ടോ, സ്ത്രീകളുടെ വിധിയും ഈ വിഷയത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തിക്ക് സ്ഖലനമുണ്ടായി അവൻ മൂത്രം ഒഴിക്കുന്നതിന്റെ മുമ്പ്, കാരണം സ്ഖലനമുണ്ടാകുമ്പോൾ അവന്റേതായ ആ ഭാഗത്ത് ഈ സ്ഖലനത്തിന്റെ ബാക്കി തങ്ങി നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ അവൻ മൂത്രം ഒഴിക്കൽ സുന്നത്താണ്. കുളിക്കുന്നതിന് മുന്നേ മൂത്രമൊഴിക്കൽ സുന്നത്താണ്. അവിടെ പലവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സാറെ മൂത്രം ഒഴിക്കാതെ കുളിച്ചാൽ വീണ്ടും പിന്നെ മൂത്രമൊഴിക്കുമ്പോ വന്നാൽ കുളി എങ്ങനെ നിർബന്ധാകുക? അത് മൂത്രമൊഴിക്കൽ സുന്നത്തല്ലോ. ഇതാണിപ്പോ പലോലും ഇഷ്കാലി കാണുന്ന കളിക്ക് സുന്നത്ത് എന്ന് പറഞ്ഞ അയിമക്കാണ് കളിച്ചതാണ് പലോലും. ഞാൻ കേട്ടോലി ഈ സുന്നത്താണെന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം ഇത് വൈക എവിടെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി കുളിച്ചതിനു ശേഷം വീണ്ടും വരികയാണെങ്കിൽ രണ്ടാമതും കുളിക്കേണ്ടി വരും. അപ്പൊ ഒന്ന് മൂത്രമൊഴിച്ചാലോ ആ ഒരു പ്രശ്നത്തിന് കൈറ്റിലാവാനുള്ള നല്ലൊരു മാർഗമാണ് ഈ പറഞ്ഞത്. അല്ലാതെ എന്തെല്ലാം മൂത്രമൊഴിക്കൽ സുന്നത്താണ് എന്നതിന്റെ പേരിൽ മൂത്രമൊഴിക്കാതെ കുളിച്ചവൻ രണ്ടാമത് വന്നാൽ പിന്നെ കുളിക്കണ്ടാനല്ല കുളിക്കണം. മൂത്രമൊഴിക്കുന്നതിന് മുമ്പും കുളിച്ചു, പിന്നെ മൂത്രമൊഴിച്ചപ്പോ വീണ്ടും ആ വന്നതിന്റെ ബാക്കി പുറത്തേക്ക് വന്നാൽ കുളി നിർബന്ധമാണ്. അപ്പൊ ഇഷ്കാല് പറഞ്ഞ രണ്ടാമത് പുറപ്പെട്ടാ കുളിക്കണ്ടാനില്ലേ? അത് ഏതാണെന്നറിയോ? ഒരാൾ ഒരു തുരുമ്പ് കാട്ടി, അതാണ് ഞാൻ പറയാൻ വസൽത്തരമുള്ളൊരു മസാലാന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ ക്ലാസ് റൂമിൽ ലേഡികളുണ്ട്, സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാം. ഒരാളിന്റെ നിന്ന് സ്ഖലനമുണ്ടായി, ആ പുറപ്പെട്ടത് അവന് എന്ത് ചെയ്തു? അത് പുറപ്പെട്ട സാധനം പിന്നെയും അകത്തേക്ക് തന്നെ ആക്കി. ആ അകത്തേക്കാക്കിയത് വീണ്ടും അപ്പൊ കുലി നിർബന്ധമില്ല. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞ പോയിന്റ് എന്റെ റേഡിയോ ശ്രോതാക്കളെ കൂടി പരിഗണിച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുന്നവരാണ്. അത് വ്യക്തമായി ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് ഒന്നിലധികം ചെറുപ്പക്കാർ പറഞ്ഞു. അത് പല ചെറുപ്പക്കാർക്കും ചിലപ്പം ക്ലാസ് കേൾക്കുമ്പോൾ ഉപകരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കള് 13 14 വയസ്സൊക്കെ ആയിട്ടാണ് ബീജനിക്ഷേപത്തിന്റെ മസാല പഠിക്കാൻ ഒരുങ്ങിയത്. അല്ല, അപ്പൊ നമ്മള് അറിയാത്തവർ പലവരുണ്ടാവും. അപ്പൊ യഥാർത്ഥത്തില് ഈ ഔവലൻ പുറപ്പെട്ടാൽ കുലി നിർബന്ധമാകും, രണ്ടാമത് പുറപ്പെട്ടാൽ കുലി നിർബന്ധമാകൂല എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? നോക്കൂ, ഞാനൊരു നമ്മുടെ ഫിഖിന്റെ ഒരു ഇബാറത്ത് ഞാൻ വായിക്കാം. ഖൗലുഹു ഔവലൻ, ഔവലൻ എന്ന മുസന്നിഫിന്റെ ഖൗല് ഖറജ ബിഹി, അതുകൊണ്ട് പുറപ്പെട്ടു. ആ ഒന്ന് ലബിസദ് ഖലഹു, ആ മനിയിനെ അവൻ പ്രവേശിപ്പിച്ചാൽ ബഅദ ഖുറൂജി, ആ മനിയ് പുറപ്പെട്ടതിനു ശേഷം സുമ്മ ഖറജ, പിന്നെ ആ മനിയ് പുറപ്പെട്ടു. താനിയൻ, രണ്ടാം പ്രാവശ്യം പുറപ്പെട്ടു. ഫലാ ഗുസ്ല, കുലിയില്ല. അപ്പൊ പുറത്തേക്ക് വന്ന സാധനം അതിനെ പറ്റി പത്രല്ല. ഇപ്പൊ മനസ്സിലായി. ഈ പുറത്തേക്ക് വന്നത് ഓനൊരു വികൃതി കാണിച്ചു വെക്കാം.
സ്ത്രീകൾ മക്കള പഠിക്കാനാണ് നിങ്ങളുടെ ഭർത്താക്കന്മാര് ഇതാണ്ട് ശ്രദ്ധിച്ചാൽ മതി. സാറേ ഞങ്ങളുടെ ഭർത്താവൊക്കെ സാധാരണക്കാരാ, അയാൾക്കൊന്നും ഈ മക്കളൊന്നും ഇത്ര ഗൗരവത്തിലൊന്നും അറിയില്ലാന്ന് പറഞ്ഞ സഹോദരിമാരുണ്ടാവും. അവർക്കും കൂടി ഉപകരിക്കട്ടെ. ഈ പുറത്തേക്ക് വന്നത് ഓൻ അതൊരു സിറിഞ്ചിലാണ്, അങ്ങനെ തന്നെ കൂട്ടിപ്പോലെ മക്കളെ തിരിയാൻ വേണ്ടി പറയാണ്. എന്തെങ്കിലും അത്ര വെച്ചാൽ പറയേണ്ട അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് സിറിഞ്ചിലാക്കിയിട്ട് ഓൻ അത് അവന്റെ അകത്തേക്ക് തന്നെ പ്രവേശിപ്പിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെയ്തു അതിങ്ങട്ട് പുറത്തേക്ക്. ഇതാണ് രണ്ടാമത് പുറപ്പെടുക എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവരെ കുറിക്കണ്ട. ഞാൻ ഒന്നുകൂടി വ്യക്തമായി ഇഷ്കാല് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാണ്. ഒരാൾ ചലനമുണ്ടായി, ലതിക്ക് മൂത്രം കൊഴിച്ചു. ആ പുറത്തേക്ക് വന്ന ചലനം ഓന് എന്തെങ്കിലും ഒരു വസ്തുവിലാക്കി, ഇത് സിറിഞ്ചിലോ ഇഞ്ചക്ഷൻ വെക്കുന്ന സാധനമല്ലേ, അങ്ങനത്തെ സിറിഞ്ച് പോലത്തെയിലാക്കി കൂലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓൻ ഇത് അതിന്റെ അകത്തേക്ക് തന്നെ ആക്കി. എന്നിട്ട് പിന്നെ ഓൻ മൂത്രം വെച്ചപ്പോ വീണ്ടും ഇത് പുറത്തേക്ക് വന്നു. ഇത് പുറത്തേക്ക് വന്നു. ഈ പുറത്തേക്ക് വന്നത് അകത്തേക്കാക്കിയത് വീണ്ടും പുറത്തേക്ക് വന്നു. ഇത് സാനിയൻ പുറപ്പെട്ടത്, അവല് പുറപ്പെട്ടതല്ല, ആദ്യത്തിൽ പുറപ്പെട്ടതല്ല. ആദ്യത്തിൽ പുറപ്പെട്ടത് അകത്തേക്കാക്കിയത് വീണ്ടും പുറപ്പെട്ടതാണ്. പരാമർശില്ല അവരെ കുറിക്കല്ല. നേരെ മറിച്ച് ഇവിടെയാണ് അബദ്ധം വന്നത്. എന്താ അബദ്ധം വന്നത്? ഈ ആദ്യം പുറപ്പെട്ടതിന്റെ ബാക്കി പുറത്തേക്ക് വരുമ്പോൾ അത് രണ്ടാമത് പുറപ്പെട്ടതല്ല, ആദ്യം പുറപ്പെട്ടതിന്റെ ബാക്കിയുമല്ല. ഈ പുറപ്പെട്ടത് മനി ആദ്യത്തിൽ പുറപ്പെടുന്നത് പോലെയാണ്. അപ്പൊ ഞാൻ മക്കളെ എന്തായി ആകത്തുക? ഒരാൾ രാത്രി സമയത്ത് അയാൾക്ക് ചലനമുണ്ടായി, ഏതോ സ്വപ്നത്തിലോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും അങ്ങനെ അയാൾ സുഖമായി കിടന്നുറങ്ങി. സുബഹി ബാങ്ക് കൊടുത്തു, അല്ലെങ്കിൽ സുബഹിന്റെ മുന്നേ എഴുന്നേറ്റു. അദ്ദേഹം മൂത്രം ഒഴിക്കുന്നതിന് മുമ്പ് കുളിച്ചു. കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് മൂത്രമൊഴിക്കാൻ പോയപ്പോൾ വീണ്ടും മനി പുറത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ രണ്ടാമത് ഒരു കുളി കൂടി നിർബന്ധമായി. തെറ്റിദ്ധരിച്ചവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിലപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെറ്റ് കിട്ടിയില്ല എന്ന് വന്നേക്കാം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞ സമയത്ത് ക്ലാസ് നിസ്കാരം ഞാൻ പറയാം, ഞാൻ ക്ലാസ് റൂമിൽ കയറാൻ എനിക്ക് സാധിച്ചില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ആ രണ്ടാമത് പുറപ്പെട്ട ആദ്യത്തിന്റെ ബാക്കിയാണ്. അതുകൊണ്ട് ഇനി കുളിക്കണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കുളി നിർബന്ധമായവരാണ്. നിർബന്ധമായ കുളി കുളിക്കാതെ നിങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ സഹിയാകൂല. ഇനി അവിടെ നിങ്ങൾക്ക് വരുന്നൊരു ഇഷ്കാരം, ഒരു ഹാഷിം ചോദിച്ചൊരു ഇഷ്കാരം അവിടെ വരും. അങ്ങനെ സുബൈക്ക് മൂത്രം ഒഴിക്കാതെ എഴുന്നേറ്റ് കുളിച്ചു. കുളി കഴിഞ്ഞതിന് ശേഷം നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു, ഓടി കഴിഞ്ഞു. സാധാരണ ഓൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ട മോമിനികളെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിത് ശ്രദ്ധിക്കാതെ എല്ലാം കഴിഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു? ഓലൊന്ന് മൂത്രമൊഴിക്കാൻ പോയതാണ്. അപ്പോഴാണ് വീണ്ടും മനി വരുന്നത്. എങ്കിൽ ഇവിടെ രണ്ടാമത് കുളിക്കൽ നിർബന്ധമാണ്. എന്ത് നിർബന്ധം ഇല്ല? ഈ നിസ്കാരത്തിന് ഒരു കുഴപ്പവുമില്ല. ആ ഖുർആൻ ഓതിയതിലൊന്നും കുഴപ്പമില്ല. ഓനിക്ക് ഇന്നലെ രാത്രി കുറച്ച് ചലനമുണ്ടായി, അതിന്റെ പേരിലുള്ള നിർബന്ധമായ കുളി അവൻ കുളിച്ചു. ഇനിയോ കുളിയും നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൂത്രമൊഴിച്ചു. അപ്പൊ വീണ്ടും മനി വന്നു. അപ്പോൾ ആ വന്നത് കാരണം വാതൊരു കുളി നിർബന്ധമായതാണ്. മനസ്സിലായോ? ഈ വന്നത് ആദ്യത്തെ നിർബന്ധമായ കൂലിയല്ല, വാതൊരു കൂലി നിർബന്ധമായി. അപ്പൊ രണ്ട് നിർബന്ധമായ കുലിയുടെ ഇടയിൽ എന്ത് ചെയ്തു? നിസ്കാരം സംഭവിച്ചു, കുഴപ്പമില്ല. അത് ഒന്നുകൂടി വ്യക്തമായിട്ടില്ല ഞാൻ പറയുന്നു. ഒരാൾ ഇന്നലെ രാത്രി ചലനമുണ്ടായി, എനിക്ക് കുളിച്ചു വൃത്തിയായി, നല്ല ശ്രദ്ധിക്കണം, കുളിച്ചു വൃത്തിയായി നിസ്കരിച്ചു. ഓബിനന്ന് സുബൈ സ്കരിച്ചു, നൂഹ് സ്കരിച്ചു, അസ്ർ സ്കരിച്ചു, മഗ്രിബ് സ്കരിച്ചു, ഇശാ സ്കരിച്ചു, അതിന്റെ ഇടയിലുള്ള സുന്നത്തുകളൊക്കെ നിസ്കരിച്ചു. ഇന്ന് രാത്രി വീണ്ടും അവർക്ക് ചലനമുണ്ടായി, വീണ്ടും കുളിക്കണം. ഇപ്പൊ ഇന്നലെ രാത്രി ചലനമുണ്ടായി കുളിച്ചു, രാത്രി ചലനമുണ്ടായി കുളിച്ചു, ഇതിന്റെ ഇടയിൽ വന്ന ഒരുപാട് നിസ്കാരങ്ങൾ നിസ്കരിച്ചു. എന്തെങ്കിലും കുഴപ്പമില്ല, ഈ നിസ്കാരം മറക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നതുപോലെ സുബൈയുടെ മുന്നേ കുളിച്ചു, നിസ്കരിച്ചു, ഖുർആനോദി, ശേഷം വീണ്ടും മനി പുറപ്പെട്ടു, വീണ്ടും ഒരു കുലി നിർബന്ധമായി. ഞാൻ പറയുന്നു, ഇവിടെ രണ്ട് ഇഷ്കാലാണ് എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് ആ ഒരു ഇഷ്കാൽ വെച്ച് ഞാൻ ക്ലാസ് പറഞ്ഞതാണ്. രണ്ട്
രണ്ടാമത് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ കോലത്തിൽ ആദ്യം പുറപ്പെട്ടതിന്റെ ബാക്കി പുറപ്പെടലല്ല. അതല്ല സാനിയ, അതല്ല സാനിയ. രണ്ടാമത് പുറപ്പെട്ടാൽ കുല നിർബന്ധമില്ല എന്ന് പറഞ്ഞത് ആദ്യം പുറപ്പെട്ടതിന്റെ ബാക്കി പുറപ്പെടലല്ല. പിന്നെന്താണ്? പുറപ്പെട്ട വസ്തു അകത്തേക്കു തന്നെ ആക്കി അത് വീണ്ടും പുറപ്പെടലാണ് സാനിയൻ, രണ്ടാമത്തെ പുറപ്പെടല്. അങ്ങനെ പുറപ്പെടുമ്പോൾ കുല നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. ആദ്യം പുറപ്പെട്ടതിന്റെ ബാക്കി അവന്റെ വഴിയോരങ്ങളിൽ തങ്ങി നിൽക്കുകയും മൂത്രമൊഴിച്ചപ്പോൾ അത് വീണ്ടും വന്നാൽ ആ വീണ്ടും വന്നത് ആദ്യം പുറപ്പെട്ട ഹുക്കുമിലാണ്. അത് മുമ്പത്തെ ബാക്കി എന്ന് പറഞ്ഞ് കുലി ഒഴിവാക്കാൻ പാടുള്ളതല്ല. ഞാൻ ഇത്രയും ഈ വിഷയം പറഞ്ഞത് എന്താണ്? പലേ സാധാരണ എത്രയോ സാധാരണക്കാര് അങ്ങനെ വാങ്ങാൻ കുളിക്കുന്ന ഉസ്താദ്, അങ്ങനെ വാങ്ങാൻ ഈ നിസ്കാരം മറക്കുന്ന ഉസ്താദ് എന്ന് ചോദിച്ചാൽ പലവരും. പക്ഷെ ഇതിന്റെ ഒരു അല്ല, അത്രേ ചോദിക്കലുള്ളൂ. ഇത് നിങ്ങൾ വന്നാൽ കുളിക്കണം, അതല്ലെങ്കിൽ നിസ്കാരം മറക്കണം. ആ കുളിക്കണം, ആ നിസ്കാരം മറക്കണ്ട. പക്ഷെ രണ്ടാള് ഫോൺ ചെയ്തപ്പോ എന്ത് ചെയ്തു ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനത്തെ നിസ്കാരാണ്. അത് സദാ ആദ്യത്തെ വാക്യല്ലേ, അപ്പൊ ഞാൻ എന്തിനാ കുളിക്കുന്നത്? എനിക്ക് രണ്ടാമത് പുറപ്പെട്ടതല്ലേ, രണ്ടാമത് പുറപ്പെട്ടാ കുളിക്കണ്ടല്ലേ. അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ കല്ലും നെല്ലും തിരിച്ചു. മദീയ് മദീയ് വന്നാൽ അസുഖമില്ല. ഞാൻ പറയാം. ഒരു മദീന്റെ വാർത്താനാണ് ഇപ്പത്തെ മനസ്സിലായല്ല. ക്ലാസ് റൂമിൽ ഇപ്പൊ ശബ്ദം കേൾക്കുന്നവരൊക്കെ രസടിക്കും. ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. നമുക്ക് ഈ വിഷയം നമ്മൾ അധ്വാനിക്കുന്നത് ഒരു ഉപകാരത്തിൽപ്പെടണമെന്നുള്ള അതിയായ താല്പര്യമുണ്ട്. എല്ലാവരും ഓരോ എത്ര ആളിപ്പോ നമ്മളെ ആൾക്കാരൊക്കെ ഇങ്ങനെ മനീ എന്നാൽ എന്താണ് ഇപ്പൊ എന്തൊക്കെ നിങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഞാൻ പറയാം. ഇല്ലേ, ഉസ്താവുമാരോടല്ല ചോദിക്കുന്നത്, സാധാരണക്കാരോടല്ല, സ്ത്രീകളോടൊക്കെ ചോദിക്കും. ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ ഒരാളിങ്ങനെ ഇഷ്കാലാക്കിയാൽ ഇങ്ങനെയാണ് അതിന്റെ അല്ല, ഇങ്ങനെ മനസ്സിലാക്കിയ മാതിരി ആദ്യത്തെ വാക്കി രണ്ടാമത് വാർപ്പെട്ടാ കുലി നിർബന്ധയാനൊക്കെ പറഞ്ഞാൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവിടെ അത് ഞാൻ അപ്പം പറഞ്ഞു, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വരും. ഇതന്നെ ആവുമ്പോൾ നമുക്കൊരു ചെടിപ്പ് വരും. സ്ത്രീകളുടെ കാര്യത്തിൽ ഈ വിഷയം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ. സ്ത്രീകള് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ സ്ത്രീകളിൽ നിന്ന് കുലി കഴിഞ്ഞിട്ട് വരുന്ന വസ്തുവിനെ കുറിച്ച് മുമ്പൊരു വിശദീകരണം നടന്നിട്ടുണ്ടെങ്കിലും ചില സഹോദരിമാരുടെ ഭാഗത്തിൽ നിന്ന് ഞങ്ങള് അതൊന്ന് വിശദീകരിച്ചു തരണം. അത് അതിന്റെ ശൈലിയിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഒരു നമ്മുടെ ഒരു ഇസ്സത്തും നിലവാരവും നിലനിർത്തി നമുക്ക് പറയാം. ഇനി നമുക്കുള്ളൊരു വിഷയം ഒരുപാട് സാധാരണക്കാരുടെ ഇഷ്കാലാണ് ഇത്. അപ്പൊ തീർന്നിരിക്കും. നിങ്ങളുടെ റൂമിലുള്ള സുഹൃത്തുക്കള് ഈ വിഷയത്തിലൊക്കെ ഇഷ്കാലായാൽ ഇന്നതാണ് അതിന്റെ വിധി. രണ്ടാമത് മൂത്രം പോയിക്കുമ്പോൾ വന്നാൽ അതിന്റെ വിധി ഇന്നതാണ്, ഇന്ന രൂപത്തിലാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ നിന്ന് ആ ഭാഗത്ത് ഞാൻ പിന്മാറുന്നു. ഇനി ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ PM-ലൂടെയോ നമ്മുടെ വോയിസ് മെസ്സേജിലൂടെയോ നിങ്ങൾക്ക് സംശയം തീർക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഞാൻ നല്ലൊരു അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ആ അവസരം എന്റെ സഹോദരിമാർ ഉപയോഗപ്പെടുത്തി പരമാവധി ഫോൺ കോൾ ചുരുക്കി തരണമെന്ന്. ഒന്നാമത് സ്ത്രീകളുമായുള്ള സംസാരത്തിലുള്ള വിഷമം, രണ്ടാമത് റേഡിയോന്റെ വിഷമം. കാരണം പുരുഷന്മാരെ വിളിക്കും പോലെയല്ല. പുരുഷന്മാർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും, സ്ത്രീകൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പ്രയാസമാണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്കാല് കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ KMIC മൈക്കയിലൂടെ അത് വിശദമായി പറയുമ്പോ ഒരുപാട് ആളുകൾക്ക് വിഷയങ്ങൾ പഠിക്കാം. റേഡിയേഷന്റെ ഒരു വിഷയം നമ്മുടെ ശരീരത്തെ ബാധിക്കില്ല. ഒരുപാട് കാശിനും ലാഭമാണ്, സമയത്തിനും ലാഭമാണ്. കൂടുതൽ ആളുകളെ പഠിപ്പിക്കാനും നമുക്ക് അതുകൊണ്ട് സാധിക്കും. അല്ലാഹു തആല നാഫിയായ ഇൽമിനെ പ്രചരിപ്പിച്ചതിന്റെ അഖിലുകാർക്ക് നാളെ മഅ്ശറ ലോകത്ത് നൽകുന്ന സ്ഥാനമാനങ്ങൾ അല്ലാഹു തആല KMIC പ്രവർത്തകർക്കും ഉസ്താദന്മാർക്കും എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഇനി ആകെ സാധാരണക്കാർക്കുള്ള ഒരു വിഷയം എന്തായാലും ഈ മദിയ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. വല്ലാത്തൊരു മുസ്ലിം ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, എന്താണ് ഈ മദിയ്? മദിയ് എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ വഹുവ മാഉൻ അബിയദു ഔ അസ്ഫറു
റഖീഖുൻ യഖ്റുജു ഗാലിബൻ ഇൻദ സവറാനി ശഹവത്തി എന്നാണ് അതിൻ്റെതായ അറബി നിർവചനം. അഥവാ എന്ത് ഒരു വെളുത്തതായ ദ്രാവകം, മാഉൻ അബിയദ്, വെളുത്തതായ ഒരു ദ്രാവകം അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകം. റഖീഖുൻ അത് വളരെ കട്ടി കുറഞ്ഞതാണ്, വളരെ നോർമലാണ്, എന്തില്ല അല്ലാതെ കട്ടി ഉണ്ടാവുകയില്ല. അത് റഖീഖാണ്, വളരെ കട്ടി കുറഞ്ഞതാണ്. യഖ്റുജു അവിടെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. യഖ്റുജു അത് പുറപ്പെടും, ഭൂരിപക്ഷ സമയത്തും അത് പുറപ്പെടും ശഹ്വത്ത് ഇളകി പുറപ്പെടുന്ന നേരത്തിൽ. അവരെ കിതാബുകളിൽ ഫിഖിന്റെ കിതാബിൽ കാണാം കവിയായ ശഹ്വത്തില്ല, ഒരു ശഹ്വത്തിന്റെ ഒരു തുടക്കം ഇങ്ങനെ വരിക. അതപ്പോ കവിയായ ശഹ്വത്ത് എപ്പോഴാ വരികയെന്ന് നിങ്ങൾക്കൊക്കെ അറിയല്ലോ. ഒരു നേരിയ ഭാര്യയോട് ഇങ്ങനെ സംസാരിക്കുക, ഏതിങ്ങനെ കൊഞ്ചിക്കൊയഞ്ഞ് അയ്യമ്മോ അല്ലേ, അയ്യമ്മോലാണെങ്കിൽ ഇനി ഒരാളും പൊറുപ്പ് വിചാരിക്കരുത്. അയ്യമ്മോൽ ഇങ്ങനെ സംസാരിക്കുമ്പോ ഓല അവരെ കാണുന്നു, ഇവരെ കാണുന്നു, ഇവ യുഎഇയിലാണ്, മറ്റോല് മലപ്പുറത്താണ്, ഇങ്ങനെ ഒരു മനസ്സിലായില്ല. ആ സമയത്ത് വരുന്ന ഒരു പ്രത്യേകമായ ദ്രാവകമാണ്. അതിനാൽ എന്തൊരു പറയാ മദിയും പറയാ. എന്റെ എല്ലാ സാധാരണക്കാരും പല പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമാണ്. പലപ്പോഴും വാട്സാപ്പിലൊക്കെ ഈ വിഷയ സംബന്ധമായി പല ചോദ്യങ്ങളും വന്നു. ഇനി അതിനെപ്പറ്റി ഒരു ചെറിയ വിശദീകരണം മഹാന്മാര് പറയുന്നു. അഥവാ എന്ത് ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, അത് തണുപ്പ് കാലത്തിലാണെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ള വെള്ള നിറമായിരിക്കും. ചൂട് കാലത്തിൽ അസുഫറ കട്ടി കുറഞ്ഞതായ മഞ്ഞ നിറമായിരിക്കും. ചിലപ്പം അത് പുറപ്പെടുന്നത് അറിയില്ല. ഓൻ ഭാര്യനോടൊക്കെ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ വസ്ത്രത്തിൽ ഒരു ചെറിയ നനവ് കാണുക അല്ലേ. അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടാവാറുള്ളത് ആരും വസ്ത്രടിക്കൂല. ഓ മാനം കരുവെന്നൊരു പേരോർക്ക് ഉണ്ടാവും. അടിച്ചാൽ ചിലവർക്ക് തോന്നേ എനിക്കങ്ങനെ ഉണ്ടാവലെന്നേലും ഇപ്പൊ നാട്ടുകാർ അറിയണ്ടാണ്. സംഭവം അങ്ങനെയാണ് അതിന്റെ വിഷയം. അതായത് ഓൻ തന്നെ അറിയുന്നില്ല ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ അതാണ് മഹാന്മാർ പറഞ്ഞത് ഫിഖിന്റെ കിതാബില്. അത് പുറപ്പെടൽ കൊണ്ട് ചിലപ്പം അതറിയില്ല. അത് കൂടുതലും ഉണ്ടാവുക സ്ത്രീകൾക്കാണ്. ഈ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മദജലം എന്നതിന് പറയാം. ഇതൊക്കെ അറബി ആവുമ്പോ തിരിയാൻ വലിയ വിഷമമുണ്ടാവും. മദജലം ഒരു വികാരത്തിന്റെ തുടക്കത്തിൽ ഈ വ്യക്തി തന്നെ, സ്ത്രീയായാലും പുരുഷനായാലും അവര് തന്നെ അറിയാത്ത രൂപത്തിൽ പുറപ്പെടുന്ന ഈ പ്രത്യേകമായ ദ്രാവകമാണ്. അതിനാണ് മദിയെന്ന് പറയാൽ. അത് നജസാണ്. അത് വസ്ത്രത്തിലായാൽ കഴുകൽ നിർബന്ധമാണ്, ശരീരത്തിലായാൽ കഴുകൽ നിർബന്ധമാണ്, കുലി നിർബന്ധം ഇല്ല. എന്നോട് ഒരുപാട് നമ്മുടെ സാധാരണ ആൾക്കാരെ ഇങ്ങനെ സംസാരിക്കുമ്പോ, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ചിന്തിച്ചും കൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ സ്വാഭാവികമായും മറ്റ് സ്ത്രീകളെയും കാണുമ്പോൾ സ്വാഭാവികമായും എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാർ അല്ലാഹു തആല അവർക്കൊക്കെ നല്ല തഖ്വ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ആലോചിച്ച് എങ്ങനെയാണ് ഈ മനുഷ്യന്മാരൊക്കെ ഈ യുഎഇയിലൊക്കെ താമസിക്കുന്നത് അതിനെ തെറ്റിദ്ധരിക്കുന്ന ചെയ്യതാ ചെറുപ്പത്തെ. ഞാൻ യുഎഇയിൽ ഒരു മാസം പോയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഈ ചെറുപ്പക്കാര്, അവർക്കൊക്കെയാണ് അല്ലാഹ് ആ ഒരു ജീവിതത്തിൽ ഹറാമ് വരാതെ ആ കണ്ണിനെ സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ നിക്കൊക്കെ തോന്നി ചിലപ്പം യുദ്ധം ചെയ്യുന്ന ശുഹദാക്കളെക്കാൾ പ്രതിഫലം ഇന്നൊക്കെ ഈ ഗൾഫ് രാജ്യത്ത് താമസിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർക്കാവും. കാരണം കടകളിലായാലും സൂപ്പർ മാർക്കറ്റിലായാലും എവിടെ ചെന്നാലും
വികാരത്തെ ഇളക്കി പുറപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രവിധാനം, സംസാരങ്ങള്, കളിച്ചിരികള്, തൊത്തിയൊരുമിയുള്ള ജീവിതം. ഒരു ഗൾഫുകാരെ സംബന്ധിച്ച് അവന്റേതായ ഭക്ഷണക്രമങ്ങളും അവന്റെ ഭാര്യ അവന്റെ ഒപ്പം ഇല്ലാത്തവരും എല്ലാ ഗൾഫുകാരും ശ്രദ്ധിക്കേണ്ട. യഥാർത്ഥത്തില് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ പരമാവധി അതിൽ അവസരം ഒരുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ല ചാൻസായി, നല്ല കഥയായി മൊയ്ലിയാരെ എല്ലാ വാടകയിലും കൊടുക്കാൻ വെച്ച ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് സ്വാഭാവികമായും ഒരു വരുന്നൊരു അവസ്ഥയാണ്. നല്ല പോയിന്റിലേക്കാണ് സവാമ എത്തിയിട്ടുള്ള നല്ല ഒരു ഗുഡ് പോയിന്റിലാണ് സവാമ വന്ന് കയറിയിട്ടുള്ളത്. ഏതായാലും നമുക്കത് അത് അവസാനിപ്പിക്കാം. അതാണ് ഈ വസ്തു ശരീരത്തിലായാൽ കൂലി നിർബന്ധം ഇല്ല. എല്ലാവരോടും പറയുന്നു. ഒരുപാട് ആൾക്കാർ കുലിക്കണോ എന്ന് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇതുകൊണ്ട് കൂലി നിർബന്ധമാകുകയില്ല. റമളാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഫത്വ കൊടുത്തൊരു ഫത്വയുണ്ട്. ഇത്തി കഴിഞ്ഞ റമളാനിൽ ഭാര്യക്കൊക്കെ പകൽ വിളിക്കാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോ നോമ്പുണ്ട്, നോമ്പുള്ള സമയത്തൊക്കെ സംഭവിക്കുമ്പോ നോമ്പ് മുറിയുമോ? ഇല്ല, നോമ്പ് മുറിയില്ല. പക്ഷെ മാലിക്കി മദ്ഹബിൽ മദിയ് പുറപ്പെട്ടാൽ നോമ്പ് മുറിയുന്നാണ് മസലത്തോ. നോമ്പുള്ളവരാൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശാഫിഈ മദ്ഹബ് പ്രകാരം നോമ്പുള്ള സമയത്ത് ഭാര്യയോട് സംസാരിച്ചു, കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിച്ചു, ഈ ഒരു അവസ്ഥ ഒരു പുരുഷനുണ്ടായി. അതുകൊണ്ട് നോമ്പ് മൊഴിയില്ല, കൂലി നിർബന്ധമാകില്ല. ഇതാണ് ശാഫിഈ മദ്ഹബ്. പക്ഷേ മാലിക്കി മദ്ഹബിൽ മദിയ് പുറപ്പെട്ടാൽ നോമ്പ് മൊഴിയും എന്നൊരു മസലയുണ്ട്. അതുകൊണ്ട് നോമ്പുള്ള സമയത്ത് ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് ഉണർത്തി എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, അത് വസ്ത്രത്തിലായാൽ അത് നജസാണ്. ആ നജസുള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കാൻ പാടുള്ളതല്ല, കഴുകി വൃത്തിയാക്കണം. എന്റെ സാധാരണക്കാർ ദുരുപയോഗം ചെയ്യരുതേ, എന്ന് മുൻകൂർ ജാമ്യം എടുത്ത് ഈ വിഷയത്തിൽ അങ്ങേയറ്റം വിഷമിച്ച് നടക്കുന്ന ചില ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാനൊരു കൗലുദ്ധരിക്കുകയാണ്. അതിപ്പോ ഓൺലൈനിലെ എനിക്ക് പറയാൻ പറ്റും. ആരും അത് ദുരുപയോഗം ചെയ്യരുത്. ഇത് ശാഫിഈ മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം ഇത് നജസാണ്. വസ്ത്രത്തിലായാൽ കഴുകൽ നിർബന്ധമാണ്. ക്കുമ്പോ നജസിനെ തൊട്ട് വൃത്തിയാക്കുക എന്ന നിയമം ഇതിന് ബാധിക്കണം. ഒരിക്കലും നിങ്ങൾ കുളിക്കേണ്ട ആവശ്യമില്ല എന്നോട് പല ചെറുപ്പക്കാരും പറഞ്ഞിട്ടുണ്ട്. ഉസ്താദെ ഈ KMIC-യിൽ കയറുന്നതിന് മുമ്പ് ഞാൻ നമ്മളെ KMIC-യുടെ ഉപകാരം പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഈ ഒരു പ്രശ്നം ഒരുപാട് ഗൾഫുകാരുടെ ഒരു തലവേദനയാണ്, അല്ലെ സവാമങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ ഇതൊരുപാട് ഗൾഫുകാരുടെ വലിയൊരു തലവേദനയാണ്. കാരണം 2 കൊല്ലം 3 കൊല്ലൊക്കെയാണ് ഭാര്യയോട് വിട്ട് ജീവിക്കുന്നത്. തമാശ പറയുമ്പോ ചിരിക്കുമ്പോ എല്ലാവർക്കും ഈ വിഷയം വ്യാപകമായി ഉണ്ടാകുന്നു. എന്നിട്ട് പല ചെറുപ്പക്കാരും പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്കൊന്ന് ഇങ്ങനെ ഈ ഒരു ഫിഖ്ഹിയായ മസാലകൾ കല്ലും നെല്ലും വേർതിരിച്ചും പറഞ്ഞു പഠിക്കാനുള്ള അവസരം ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാഹ് ഞങ്ങൾ KMIC-യുടെ റേഡിയോ ശ്രോതാക്കളായതിന്റെ പേരിൽ ഞങ്ങൾക്കറിയാതെ പോയ ഒരുപാട് കാര്യങ്ങൾ കല്ലും നെല്ലും വേർതിരിച്ചു മനസ്സിലാക്കാൻ KMIC എന്ന സംവിധാനത്തിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. KMIC-ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു തആല അവരുടെ ദുആ കഴിഞ്ഞ് നമുക്ക് വേണ്ടിയുള്ള ആ ദുആ അല്ലാഹു മഖ്ബൂലാക്കി തീർക്കുമാറാവട്ടെ. എന്നോട് പല ചെറുപ്പക്കാരും പറഞ്ഞിട്ടുണ്ട്, ഭാര്യയോട് സംസാരിക്കുമ്പോഴല്ല ഈ അവസ്ഥ ഉണ്ടായത്. അപ്പൊ കുലി നിർബന്ധമാകുമെന്ന് മനസ്സിലാക്കി കുറെ കാലം ഞങ്ങൾ കുലിച്ചവരാണെന്ന് പറഞ്ഞ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ആ ക്ലാസ് കേട്ട ഒരുപാട് ചെറുപ്പക്കാർ UAE-യിലൊക്കെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സന്തോഷം രേഖപ്പെടുത്തിയവര് അല്ലാഹു തആല നാളെ അർശിന്റെ തണൽ നമുക്ക് ലഭിക്കാനും നാളെ സ്വർഗീയ ലോകത്ത് ആനന്ദിക്കാനും അല്ലാഹു ഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
നമുക്ക് വളരെ ലജ്ജയായി തോന്നുന്ന, വളരെ വിഷമം പറയാൻ വിഷമം തോന്നുന്ന ഇത്തരം മസാലകളിലാണ് ഒരുപാട് സാധാരണക്കാര് കെട്ടിക്കുടുങ്ങി ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു വിഷയമായി അതിന്റെ ആമുഖത്തിൽ ഗൗരവം ശ്രദ്ധിക്കാൻ വേണ്ടി കുറെ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് ഭാര്യയുമായി സംസാരിക്കുമ്പോഴല്ലേ, അല്ലെങ്കിൽ ഭാര്യയുമായി കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ സംഭവിച്ചതല്ലേ, അങ്ങനെയല്ലോ ഭാര്യയോട് ചിലപ്പോൾ നമ്മൾ പകൽ സമയത്തൊക്കെ ഭാര്യ ഒപ്പം ഉണ്ടെങ്കിൽ എന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അവസ്ഥ. പക്ഷേ ഇതൊന്നും കൊലി നിർബന്ധമാവുന്ന കാര്യമല്ല, നോമ്പ് മുറിയുന്ന കാര്യവുമല്ല. മദിയ് അഥവാ മദജലം അത് നജസാണ്. ഞാൻ പറയുന്നത് ഇതുകൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവർക്കുള്ള മസല ഞാൻ പറയുന്നു. ഞാൻ അബൂറയ്യാ ഉസ്താദ് ക്ലാസ് റൂമിൽ കൗലും കീലും പറഞ്ഞു എന്ന് ആയിക്കുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് എനിക്ക് ഫോൺ ചെയ്യാം, ഞാൻ അവർക്ക് മറുപടി പറഞ്ഞു. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യം, ഉസ്താദ് ആ ഒരു വിഷമിച്ച അവസ്ഥയായിട്ട്. കാരണം എന്താ, രാവിലെ ഇറങ്ങാൻ ഓഫീസിൽ, പിന്നെ പോകുന്ന വൈക്കൊക്കെ നിങ്ങൾക്കറിയില്ല, എന്നേക്കാൾ ഗൾഫിന്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ല. എനിക്ക് 1 മാസത്തെ പരിചയമുള്ളൂ UAE, എനിക്ക് അധികമൊന്നുമില്ല. ഇന്നൊരാള് കൊണ്ടുപോയിട്ട് നമുക്ക് എന്താണ് ദുബായ് മാള് കാണണമെന്നാണ്. ഉസ്താദ് എന്ത് കണ്ടില്ലെങ്കിലും ദുബായ് മാള് കാണണമെന്നാണ്. ഇതൊന്ന് 2 സുഹൃത്തുക്കള്. ഞാൻ വിചാരിച്ചു സുബാനല്ല, അത് എന്ത് സ്വർഗത്തിലെ ചന്തേക്കാലം. ഇപ്പൊ UAE ദുബായിൽ വന്നിട്ട് ഇപ്പൊ ദുബായ് മാള് കണ്ടോന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോ ഈ കാലഘട്ടത്തിൽ മോശമല്ലേ. ഇപ്പൊ ഇതിന്റെ അവസ്ഥ ഒന്നും അറിയില്ല. ഒന്ന് 2 സുഹൃത്തുക്കളെ എന്റെ ദുബായ് മാള് കാണാൻ വേണ്ടിട്ട് കൊണ്ടുപോയി. ഞാൻ അതിന്റെ മെലപ്പടിക്കുന്ന ഇങ്ങനെ കയറിയപ്പോ ഞാൻ പറയും, ദുബായ് മാളും കാണണ്ട, കൈപ്പത്ത മാളൂനെ കണ്ടാൽ മതി, ഞാൻ പോവാ. ദുബായ് മാള് ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ദുബായ് മാളിനൊക്കെ കാണണ്ട, എനിക്കെന്റെ കൈപ്പത്ത മാളൂനെ കണ്ടാൽ മതി, ഞാൻ പോവുക. കാരണം ആ ഒരു അവസ്ഥ അല്ലേ, തിക്കും തിരക്കും, പ്രത്യേകിച്ച് അതൊരു വ്യാഴാഴ്ച കൂടി ആയി എന്നുള്ളതാണ്. അവരൊരു വിഷയം വന്നു. UAE വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ പറയുന്നല്ലോ അല്ലേ, UAE വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും, UAE വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ പറയുന്നല്ലോ. വ്യാഴാഴ്ച കൂടി ഒരു അത്തരം സ്ഥലങ്ങളിലേക്ക് ചെന്നാൽ എന്തായിരിക്കും, കാരണം എല്ലാവരും അതേ ഭാഗത്തുനിന്നും കുവൈറ്റ് അലാമായിക്കുന്ന UAE എല്ലാ ഭാഗത്തുനിന്നും ജനങ്ങൾ എത്തിച്ചേർന്നു സ്ഥലത്തല. എവിടെ ഈ ദുബായിലൊക്കെ, കാരണം വെള്ളിയാഴ്ച ലീവ്, ശനിയാഴ്ച ലീവ് ഇറങ്ങുക, എന്തായിരിക്കും അവസ്ഥ. അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ലോണം നമ്മളെ തെക്കുവ നമ്മൾ നിലനിർത്തണം. പക്ഷെ സ്വാഭാവികമായും നമ്മളെ ജോലിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ, നാട്ടിലെ കാര്യം ആലോചിക്കുമ്പോ പല പ്രശ്നങ്ങളും വരും. ഇത് ഒരു വ്യാപകമായൊരു അസുഖം, അവരൊരു കൗലും. ഞാൻ പറയുന്നത്, ഞാൻ ആദ്യം മുഴക്കമ്മത് പറഞ്ഞു, ഇത് നജസാണ്. ഇങ്ങനെ ഈ വികാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ അറിയാതെ പുറപ്പെടുന്ന ഈ വസ്തു ഇല്ലേ, ഈ വസ്തു നജസാണ്. ഒരു നിർബന്ധമില്ല, നോമ്പ് മുറിയില്ല, വസ്ത്രത്തിലായാൽ കഴുകണം എന്ന വിഷയം ഞാൻ പറഞ്ഞു. പക്ഷെ ഇത് വ്യാപകമായി വല്ലാതെ ഒരിക്കലും എപ്പോഴും ഉസ്താദേ രാവിലെ പോയി വൈകുന്നേരത്ത് വരുമ്പോ എന്തെങ്കിലും ആയി അതൊരു രോഗമായി മാറിയ ആൾക്കാർ, അവരൊരു കൗല് ചില പണ്ഡിതന്മാർക്കുണ്ട്, ഇത് നജസല്ല എന്നൊരു കൗല്. അപ്പൊ ഇതുകൊണ്ട് വിഷമിക്കുന്നവർ നല്ല ശ്രദ്ധിക്കണം. ഒരു ആള് ഒരു വിഷയം കൊണ്ട് വിഷമിക്കുമ്പോൾ അവനിക്കുള്ള വിധിയും വിഷമമൊന്നും ഇല്ലാത്ത വ്യക്തിക്കുള്ള വിധി വേറെ. ഞങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാക്കി തരാം. ഒരാള് റൂമിൽ നിന്ന് ഭാര്യയോട് ജോലിക്കും കഴിഞ്ഞു വന്നു, അവനവന്റെ റൂമിലെത്തി ഭാര്യയോട് ഇങ്ങനെ സംസാരിക്കുക. ഭാര്യയോട് അങ്ങനെ IMO ഉപയോഗിച്ച് ഭാര്യയോട് ഇങ്ങനെ സംസാരിക്കുമ്പോ ഓനിക്ക് ഈ അവസ്ഥ വന്നു. ഓനിക്ക് എന്ത് ചെയ്യാം, അവനക്ക് അപ്പഴേ അതൊന്നും പല വിഷയമൊന്നുമില്ല. അല്ലാത്ത സമയത്ത് ഓനിപ്പോ ഏത് ദുബായ് മാലല്ല, അതിനേക്കാളും വലിയ മാളിൽ ചെന്നാലും ഓനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല, ഓൻ അത് ശ്രദ്ധിക്കലില്ല. ഓന് എന്തിനാണോ ദുബായ് മാളിൽ ചെന്നത് ആ ആവശ്യം കഴിഞ്ഞ് ഓൻ പോലും. പിന്നെ ദുബായ് മാലിന് പലരും പല ആവശ്യത്തിനും പോകുന്നവർക്കായിരിക്കും വിഷയങ്ങൾക്കും വരിക. എന്തോ ആവട്ടെ, അല്ലാഹു നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിച്ച് തരട്ടെ. ഹബീബിന്റെ മുഖത്തിലേക്ക് നോക്കാൻ തയ്യാർ ചെയ്ത കണ്ണുകൊണ്ട് അല്ലാഹു ഹറാമിനെ പറ്റി സൂക്ഷിക്കാനുള്ള കഴിവ് നമ്മുടെ
എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. അപ്പോഴും ഒരു ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നുണ്ട്. അതൊരു മുസീബത്തല്ല, അവർക്ക് അപ്പം കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു, പിന്നെ ഓർക്കാ വിഷയമല്ല. എന്നാൽ ചിലവർക്ക് അങ്ങനെയല്ല. ഇതിങ്ങനെ എപ്പോഴും പിന്നെ ഓഫീസിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ അതൊരു വിഷമം. പിന്നെ അതിന് വേണ്ടി ഒരു പ്രത്യേക ഫാൻറ്റും ഷെഡ്ഡും കയ്യിൽ വെക്കാൻ പറ്റും, അതൊക്കെ വിഷമല്ല, അതൊക്കെ വല്ലാത്ത. അപ്പൊ ഇതൊരു മുസീബത്തായി ഒരു രോഗമായി മാറിയ ഒരു അവസ്ഥ ചിലവർ പറയുന്നു. അവർക്ക് ഇതിലൊരു ചെറിയ അസുഖമുണ്ട്. ഇത്തരം രോഗം നടക്കുന്നത് ഇതൊരു രോഗമായി പരീക്ഷിക്കപ്പെട്ടവർക്ക് ഇത്തരം നജസല്ല എന്ന കൗല് വേണമെങ്കിൽ സ്വീകരിക്കാം എന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ ഏതെങ്കിലും ഉസ്താദുമാർ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ ഫത്ഹുൽ അല്ലാം എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ കിതാബിൽ നജസിന്റെ ബാബ് നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ മസാല ഇതുകൊണ്ട് രോഗമായി പരീക്ഷിക്കപ്പെട്ട ഇതിനെപ്പറ്റി രോഗം അതിനെപ്പറ്റി എന്തെങ്കിലും ഓന് അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. യാദൃശ്ചികമായി ഒരു പെൺകുട്ടിയെ മുഖത്ത് കണ്ട് നോക്കിയാൽ മതി, അപ്പൊ ഓനക്ക് അതാ രോഗം. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അത് വരാൻ കാരണം ഇന്നത്തെ വിഷയമാണ്. ചിലപ്പോ നമ്മളത് നമ്മുടെ ജീവിതം ശ്രദ്ധിക്കാത്തത് കൊണ്ടൊക്കെയാണ് സംഭവിക്കാൻ. ഞാൻ ഇതിന്റെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുകയല്ല. അൽഹംദുലില്ലാ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത് കുലിക്കുള്ള നിർബന്ധം മൂത്രം ഒഴിച്ചതിന് ശേഷം വന്നാലുള്ള കുലി എപ്പോഴാണ് നിർബന്ധാവുക, നിസ്കാരം മറക്കണോ. അതുപോലെ തന്നെ മദിയിന്റെ വിഷയം, ഇനിയൊരു വിഷയമുള്ളത് വദിയ്, അതും വലിയ വിഷയ. എത്രയോ ആളുകൾ മൂത്രം ഒഴിച്ചിട്ട് അപ്പളേ ഈ വിഷയം കാണാൻ. പിന്നെ അതൊന്നും ഞങ്ങൾക്ക് മൂത്രം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ നമ്മൾ തൊണ്ട അടയ്ക്കുക, അതിന്റെ ശേഷം ഇങ്ങനെ ഒരു സംഗതി കാണുന്നു. ഞാൻ പലപ്പോഴും കുളിക്കലാണ് എന്ന് പറഞ്ഞു വരുന്നത്. ഇൻഷാ അല്ലാഹ് അത് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇതൊരു ലജ്ജാകരമായ ക്ലാസ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ലജ്ജാകരമായ ക്ലാസ് ആണെങ്കിലും ഒരുപാട് സാധാരണക്കാരുടെ സന്തോഷിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണെന്നും എനിക്കറിയാം. അതുകൊണ്ട് അതേ വിഷയത്തിൽ ഇനിയും തുടരുന്നില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ടത് ഇൻഷാ അല്ലാഹ് അതിൻ്റെതായ നിലവാരം പുലർത്തി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാവുന്ന രൂപത്തിൽ നമ്മൾ മറ്റൊരു ദിവസം അത് അവതരിപ്പിക്കും. മൂത്രം ഒഴിച്ച ഉടനെ കാണുന്ന പ്രത്യേകമായ സാഹചര്യം, അതിന്റെ വിധിയും അടുത്ത ദിവസം നിങ്ങൾക്ക് കേൾക്കാം. അല്ലാഹു തആല പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആർക്കെങ്കിലും വെറുപ്പോ പ്രയാസമോ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, മാപ്പ് ചോദിച്ച് ദുആ വസിയ്യത്തോടെ തൽക്കാലം ഞാൻ വയ്ക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും